കോൺഗ്രസ് ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അതിഗംഭീരമായ ഒരു ഭൂരിപക്ഷത്തോടെ ഈ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യവും ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ഒരു സാധ്യത. അങ്ങനെ കോൺഗ്രസിൽ സംഭവിച്ചാൽ വീണ്ടും ഗ്രൂപ്പുകളുടെ തിരിച്ചുവരവുണ്ടാവും, ഇടിനാശം വെള്ളപ്പൊക്കമാവും. ആരാവണം മുഖ്യമന്ത്രിയാവേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കം നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ കഴിഞ്ഞ തവണ KSUവിൻ്റെ ചെയർമാനായിരുന്നു, ഇത്തവണ MSFൻ്റെ ചെയർപേഴ്സണാണ്. അവിടെ KSUവിൻ്റെ ചെയർമാനാകുമ്പോൾ പോലും കഴിഞ്ഞ തവണ വളരെ കുറച്ച് UUCമാരെ കോൺഗ്രസ് KSUവിനുണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എടുത്താൽ MSFൻ്റെ കരുത്താണ് അവിടെ, UDSF എന്നുള്ളത് പോലുമല്ല, MSFൻ്റെ കരുത്താണ് പ്രകടമായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നിന്ന് വടക്കൻ കേരളത്തിൽ ഏതാണ്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാണ്. ഏതൊക്കെ ജില്ലകളിൽ ജയിച്ചു വരാൻ കഴിയും കോൺഗ്രസ്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ കഴിയും. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഉപതെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി പെർഫോം ചെയ്തു, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവ് നമ്മൾ കാണാൻ പോവുകയാണ് എന്നാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി പെർഫോം ചെയ്തത്? അവരുടെ മണ്ഡലങ്ങളിൽ എല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും കുറച്ച് പുതുപ്പള്ളിയിൽ അല്ലാതെ LDF ജയിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ആ സമയത്ത്? അതും ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ചാണ്ടിയുമ്മ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ ആരെങ്കിലും തൃക്കാക്കരയിൽ PT തോമസ് മരിച്ചിട്ട് ഉമാ തോമസ് മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അല്ലാതെ അവിടെ ഇടതുമുന്നണി ജയിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതുപോലെ ഇപ്പോൾ നമ്മൾ പാലക്കാടാണെങ്കിൽ ഷാഫി പറമ്പിൽ ഒഴിവായിട്ട് ഷാഫി പറമ്പിലിന് പകരം അവിടെയാണ് ഒരു മത്സരം നടന്നു എന്ന പ്രതീതി നമുക്കുള്ളത്. പക്ഷേ അപ്പോഴും അത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇപ്പുറത്ത് ആകെപ്പാടെ പിന്നെ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ എങ്ങനെയാണ് ജയിച്ചതെന്ന് നോക്കണം. അത് നിലമ്പൂരിൽ ഇയാൾ അൻവർ PV അൻവർ ഇവിടെ ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അല്ലെങ്കിൽ PV അൻവർ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതവിടെ സംഭവിക്കുമോ? ഇല്ല. വോട്ട് കണക്കുകൾ കൃത്യമായിട്ട് അതല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ഒരു കരുത്താർജിച്ച് മറ്റു മണ്ഡലങ്ങളിൽ വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് സ്വയം ആർജിച്ചിട്ടുണ്ടോ, അവരുടെ സംഘടനാ സംവിധാനം അതിന് പരുവപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ വലിയ പാടാണ്. അപ്പോഴാണ് ഇവിടെ MP മാർ 7 MP മാർ, 1ഉം 2ഉമല്ല, ഈ 7 MP മാർക്ക് ഈ കാലത്ത് ആ പാർലമെന്റിൽ പണിയില്ലേ സനീഷ്? എനിക്കതാണ് വിഷമം. കാരണം ഇന്നിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വിഷയം കണ്ടില്ലേ, അത്ര ഗൗരവമുള്ള ഒരു വിഷയം. ആ ഗൗരവമുള്ള വിഷയത്തിൽ ഏറ്റവും ഗംഭീരമായി അവിടെ പെർഫോം ചെയ്ത ഒരാളാരാ? KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ അവിടുന്ന് കുറ്റിയും പറിച്ച് ഇവിടെ വന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇവിടെ മുഖ്യമന്ത്രിയായല്ല ആവശ്യം, അതേക്കാളേറെ അദ്ദേഹത്തെ പാർലമെന്റിലാണ് ആവശ്യം. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഒപ്പം നിന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, പ്രതിപക്ഷത്തിന്റെ പൊതുവായ പോരാട്ടങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള, ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്കെതിരെ പോരാടാനല്ലേ ഈ MP മാർ അവിടെ വേണ്ടത്? അപ്പോൾ അവർക്ക് 7 പേർക്ക് ഇവിടെ മന്ത്രി കസേര കയറിയിരിക്കണം. എന്ത് തോന്നിയാസമാണത്?